നമസ്കാരം. PV അൻവർ MLA ആണല്ലോ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. കഴിഞ്ഞ ദിവസം എന്നോട് ചില സുഹൃത്തുക്കൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ PV അൻവറെ ഇങ്ങനെ കണ്ണി കണ്ടതെല്ലാം പറയുന്നത്, പിണറായി വിജയനെ ഇങ്ങനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത്? അൻവർ പറയുന്നതിലും ചില കാര്യങ്ങളൊക്കെ ഇല്ലേ? എനിക്കപ്പോൾ ചിരിയാവുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കി ഇവരുടെ സംഭാഷണങ്ങളെ. അപ്പൊ നേരത്തെ ഇവർ പറഞ്ഞിരുന്ന എന്താണെന്നറിയോ, നിങ്ങൾ എന്തിനാണ് ഈ PV അൻവറിനെ പോലെയുള്ളവരെ ഇങ്ങനെ താങ്ങി നടക്കുന്നത്? അവരൊക്കെ മോശപ്പെട്ട ആൾക്കാരല്ലേ, ബിസിനസ്സുകാരല്ലേ, എന്നിട്ട് നിങ്ങളിങ്ങനെ അവരെയെല്ലാം കൊണ്ടു നടക്കുന്നത് ഇടതുപക്ഷത്തിനും CPM-നും ഒക്കെ നല്ലതാണോ എന്ന് ചോദിച്ച ആളുകളാണ് അവരാണ് ഈ പറയുന്നത്. അവരുടെ സംശയം തീർക്കാൻ വേണ്ടി ഒരു കാര്യം പറയട്ടെ. PV അൻവറും പിണറായി വിജയനും ഒന്നും ഒരു വ്യക്തിയും ഞങ്ങളുടെ ഒന്നും കൺസേൺ അല്ല. പിന്നെ നമ്മളുടെ കൺസേൺ എന്താണ്? പാർട്ടിയാണ് കൺസേൺ. അതിന്റെ കാരണം എന്താണ്? പാർട്ടിയിൽ കുറെ നല്ല ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ടൊന്നുമല്ല. CPM-ലുള്ളവരെല്ലാം നല്ലവരായിരിക്കുമോ? അങ്ങനെയൊന്നും എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. കോൺഗ്രസിലെയും BJP-യിലെയും ആളുകളെല്ലാം മോശമായിരിക്കുമോ? അതും അഭിപ്രായമില്ല. PV അൻവർ ആണോ ഞാനാണോ നല്ലത് എന്ന് ചോദിച്ചാൽ പണ്ട് പെലെ പറഞ്ഞ മറുപടിയേ പറയാനുള്ളൂ. PV അൻവറുടെ ഉമ്മ അദ്ദേഹമാണ് എന്ന് പറയും, എൻ്റെ അമ്മ ഞാനാണ് എന്ന് പറയും. അത്രയല്ലേ ഉള്ളൂ. ഇത് വ്യക്തികളുടെ നന്മ തിന്മയുടെ പ്രശ്നമല്ല. പിന്നെയോ പാർട്ടികളുടെ ലക്ഷ്യങ്ങളുടെ താല്പര്യങ്ങളുടെ പ്രശ്നമാണ്, പരിപാടിയുടെ പ്രശ്നമാണ്. CPIM ആണ് കൺസേൺ. അതെന്തുകൊണ്ട്? CPIM-ന്റെ ലക്ഷ്യം വേറെയാണ്. നോക്കൂ, നമ്മുടെ നാട്ടിൽ CPIM ദുർബലമായാൽ ഈ രാജ്യത്തെ സാമ്പത്തിക അസമത്വത്തെ പറ്റി, സാമൂഹിക അസമത്വത്തെ പറ്റി പിന്നീട് ആര് സംസാരിക്കാനുണ്ട്? ജാതീയതയെ സംബന്ധിച്ച്, വർഗീയതക്കെതിരായി, ഫാസിസത്തിനെതിരായി, മൂലധന താല്പര്യങ്ങൾക്കെതിരായി ഈ നാട്ടിലെ സാധാരണ വർക്കിംഗ് ക്ലാസ്സിനു വേണ്ടി സംസാരിക്കാൻ ആരുണ്ട്? ആ സ്പേസ് ആണ് ഇല്ലാതെയാവുക. അതുകൊണ്ട് പാർട്ടി നിലനിൽക്കണം. വ്യക്തികൾ വന്നും പോയും ഇരിക്കും. ഞാൻ CPM-ൽ ഉള്ള കാലത്തോളമാണ് ഞാൻ അതിന്റെ കൺസേൺ. പുറത്തു പോയാലോ? പറഞ്ഞല്ലോ, ഞാനുമില്ല, പിണറായി വിജയനുമില്ല, പിന്നെയല്ലേ PV അൻവർ നമ്മളെ സംബന്ധിച്ച്. അത്രമാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിയുടെ കൂടെ നിൽക്കുന്നവർ, അനുഭാവികൾ, ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർ, അവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ കാര്യത്തിൽ എന്താണ്? പാർട്ടി പ്രവർത്തനം പാർട്ടിയിലേക്ക് ജനങ്ങളെ ആകർഷിക്കലാണ്, സ്വാധീനിക്കലാണ്. രണ്ടാമതായി പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കലാണ്. നമ്മുടെ വാക്കുകൊണ്ട്, നോക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ജീവിതം കൊണ്ട് പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക. അതെന്താണ് ആശയങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സോഷ്യലിസം, തുല്യത, നീതി, സെക്യുലറിസം, ഫെഡറലിസം തുടങ്ങിയ ആധുനിക ആശയങ്ങളുടെ കൂട്ടായ്മയാണ് പാർട്ടി, അല്ലാതെ കുറെ നല്ല മനുഷ്യരുടെ കൂട്ടായ്മയല്ല. ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, ഇതാണ് പാർട്ടി പ്രവർത്തനം. മൂന്നാമതോ, പാർട്ടിയെ പ്രതിരോധിക്കുക. ഏത് സന്ദർഭത്തിലും വ്യക്തിയെയല്ല, പാർട്ടിയെ പ്രതിരോധിക്കുക. PV അൻവർ പാർട്ടിയുടെ കൂടെ ആകുമ്പോൾ പാർട്ടിയെ പ്രതിരോധിക്കുന്നത് PV അൻവറിന്റെ കൂടെ നിൽക്കുന്നതായി തോന്നും. പിണറായി വിജയൻ പാർട്ടിയുടെ നേതൃത്വത്തിലായിരിക്കുമ്പോൾ പാർട്ടിയെ പ്രതിരോധിക്കുന്നത് പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്നതായി തോന്നും. കൂടെ നിൽക്കുന്നത് പാർട്ടിയുടെയാണ്. നാലാമത്തെ കാര്യം എന്താണ് പാർട്ടി പ്രവർത്തനത്തിലെ? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പാർട്ടിയിലുള്ളവർക്ക്. അതെന്താ? ആവശ്യമാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടി അപമാനിതരാവുക എന്ന്. ചിലർക്ക് പുച്ഛമൊക്കെ തോന്നും കേട്ടോ ഇത് പറയുമ്പോൾ. ഇതിന്റെ അടിയിൽ വന്ന് തെറി പറയും. അത് സ്വാഭാവികമാണ്. അവരുടെ കയ്യിലുള്ളത് അവർ കൊടുക്കുന്നു, നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ കൊടുക്കുന്നു. അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഇപ്പോ ഒരുപക്ഷെ അത്തരം ഒരു സന്ദർഭമായിരിക്കും. ഈ പറഞ്ഞതിൽ അവസാനം പറഞ്ഞത് ദിവസം വേണ്ടി വരുമോ? വേണ്ടി വരില്ല. പക്ഷെ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളോ ദിവസവും വേണ്ടി വരും, ഓരോ മൂമെന്റിലും വേണ്ടി വരും. അവസാനം പറഞ്ഞത് പ്രത്യേക സന്ദർഭങ്ങളിൽ, ആവശ്യമായ അവസരങ്ങളിൽ മാത്രം വേണ്ടി വരും. കേരളത്തിലെ ലക്ഷക്കണക്കായ പാർട്ടി പ്രവർത്തകർ പാർട്ടിയെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ആ ആശയങ്ങളുടെ വെളിയിലേക്ക് ആരെങ്കിലും പോയാൽ പിന്നെ അവരുമായി കൂട്ടെന്താണ്? PV അൻവറിന്റെ ഒരു കാര്യം നോക്കൂ. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, ആവട്ടെ, തെറ്റില്ല. പഴയ കോൺഗ്രസ്സുകാരനാണ്, ആവട്ടെ, തെറ്റില്ല. അദ്ദേഹം തന്റെ തറവാടിത്തത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ പറയുന്നതിൽ വേറെ പല ലക്ഷ്യങ്ങളും ഉണ്ട് കേട്ടോ. പണ്ട് ഇടശ്ശേരി പറയുന്നത് പോലെ ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും, ഏത് കോൺടെസ്റ്റിലായാലും
തറവാടിത്ത ഘോഷണം പോലെ അശ്ലീലം നിറഞ്ഞ മറ്റൊന്നില്ല. എന്നോട് മുട്ടാൻ നിനക്ക് തറവാടിത്തമുണ്ടോ, പാരമ്പര്യമുണ്ടോ എന്നാണ് ഈ ചോദിക്കുന്നതിന്റെ കാര്യം. അതിലെന്ത് അർത്ഥമാണുള്ളത്? അത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹം ബിസിനസ്സുകാരനായിരുന്നു, പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു. അങ്ങനെ പറയുമ്പോൾ EMS AKG ഒക്കെ കോൺഗ്രസ് ആയിരുന്നില്ലേ എന്ന മറുചോദ്യം, അത് വളരെ ലളിതമായ യുക്തിയാണ്. അപ്പൊ ഇപ്പൊ അൻവറിന്റെ അനുകൂലികൾ കണ്ടോ, പിണറായിക്ക് കൊടുത്തിട്ടുണ്ട് വയറ് നിറച്ച്, പിണറായി കണ്ടം വഴി ഓടി. പഴയ കോൺഗ്രസിൽ നിന്ന് സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ഉണ്ടാവുകയും അതിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുകയും ചെയ്ത സാഹചര്യമാണോ ഇപ്പോഴത്തെ? ആ മട്ടിൽ കോൺഗ്രസിൽ നിന്ന് അവരെല്ലാം വന്നതുപോലെ കോൺഗ്രസിൽ നിന്ന് വന്നതാണോ അൻവറിനെ പോലെയുള്ളവർ? ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, നാളെയും വരും, വരുന്നവരെ സ്വീകരിക്കും. എങ്ങനെയാണ് പാർട്ടി അൻവറിനെ കൈകാര്യം ചെയ്തത്, അല്ലെങ്കിൽ സ്വീകരിച്ചത്, സമീപിച്ചത്? അദ്ദേഹത്തെ 3 തവണ സ്ഥാനാർത്ഥിയാക്കിയില്ലേ, 2 തവണ MLA ആക്കിയില്ലേ? അദ്ദേഹത്തിന് ഇന്ന് കാണുന്ന സാമൂഹ്യമായിട്ടുള്ള അംഗീകാരത്തിന്റെ 3/4 പങ്കും ഇടതുപക്ഷത്തോട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് നിന്ന് ഉണ്ടായതല്ലേ? തിരിച്ച് അദ്ദേഹം ചെയ്തത് നോക്കൂ, അദ്ദേഹം പാർട്ടിയോട് ചെയ്തത് നോക്കൂ. അദ്ദേഹം ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു, അത് ഉന്നയിക്കേണ്ട ഇടങ്ങളിലല്ല ഉന്നയിച്ചത്, പോകട്ടെ. എന്നിട്ടും അദ്ദേഹത്തോട് പാർട്ടി ക്ഷോഭിച്ചോ? ഇപ്പൊ അദ്ദേഹം എന്താ പുച്ഛിക്കുന്നത് നോക്കൂ. ഗോവിന്ദൻ മാഷ് ചതുരവടിവിലൊക്കെ, ഇക്കാലം വരെ ഗോവിന്ദൻ മാഷ് ചതുരവടിവിലാണ് സംസാരിക്കുന്നത് എന്ന് അൻവറിന് തോന്നിയില്ല, ഇപ്പോഴാണോ തോന്നിയത്? എന്നിട്ടും പാർട്ടി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പരിഗണിച്ചില്ലേ? എല്ലാ കാര്യത്തിലും പാർട്ടി നടത്തേണ്ടത് പാർട്ടിയും, സർക്കാർ നടത്തേണ്ടത് സർക്കാരും അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? അതിനൊരു സമയമെടുക്കില്ലേ? ഈ കാര്യം അൻവറിന് മനസ്സിലാവില്ലേ? എന്തെല്ലാം നടപടികൾ ഉണ്ടായി? അൻവറും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം കള്ളം പറഞ്ഞതല്ലേ? 2 SP-മാരെ സസ്പെൻഡ് ചെയ്തില്ലേ? DGP-യുടെ അന്വേഷണം നടക്കുകയല്ലേ? ADGP അധികം സ്വത്തുണ്ടാക്കി എന്ന ആക്ഷേപത്തിന് ഈ ആക്ഷേപം വന്നാൽ പിറ്റേന്ന് തൂക്കിക്കൊല്ലാൻ പറ്റുമോ? ആ ആക്ഷേപത്തെ വിജിലൻസ് അന്വേഷിക്കുകയല്ലേ? ഇങ്ങനെ നാനാതരത്തിൽ ആ അന്വേഷണം നടക്കുമ്പോഴും അതിന്റെ റിസൾട്ട് എന്താണ് എന്ന് കാത്തിരിക്കാതെ വീണ്ടും വീണ്ടും അൻവർ അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ വെടിപൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാരെ സഹായിക്കാനാണ്? ഇപ്പൊ നിങ്ങൾ നോക്കൂ, ആരെയാണ് അൻവറിന്റെ ഈ ഭാഷ്യങ്ങൾ സഹായിക്കുന്നത്? സംഘപരിവാറിനെയല്ലേ? അദ്ദേഹം സംഘപരിവാർ വിരുദ്ധനാണ് എന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ സംഘപരിവാറിനെ അദ്ദേഹം സഹായിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതുകൊണ്ടാണ് അൻവറിനെതിരായി കേരളത്തിലെ ലക്ഷക്കണക്കായ പാർട്ടി സഖാക്കൾ രംഗത്ത് വന്നത്. അത് വ്യക്തിപരമായ അധിക്ഷേപങ്ങളല്ല. അദ്ദേഹത്തെ ആരും അങ്ങനെ അധിക്ഷേപിക്കുന്നില്ല. ആരെങ്കിലും അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെലവിലൊന്നുമല്ല. പക്ഷെ വസ്തുതകൾ പറയുകയാണ്. നോക്കൂ, അദ്ദേഹം പുറത്തു പോയ സന്ദർഭത്തിൽ തന്നെ മറുനാടൻ മലയാളി കൂടെ കൂടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ CPIM-കാരെ വിടൂ. ഒരാൾ മറുനാടൻ മലയാളിയുടെ സുഹൃത്തായി എന്ന ഒറ്റ കാരണം കൊണ്ട് മതേതര ജനാധിപത്യ ആധുനിക കേരളീയ സമൂഹത്തിന് അയാൾ അപകടകാരിയാണ് എന്ന അവസ്ഥ വരും. വേറൊരു കാരണം വേണ്ട കേട്ടോ. പിണറായി വിജയനെതിരെ ചീത്ത വിളിച്ചു എന്നുള്ളതൊന്നുമല്ല, ഈ ഒറ്റ കാരണം മതി. CPM-നെ എതിർത്തുകൊണ്ടിരിക്കുന്ന, അതിനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, കൊട്ടേഷൻ എടുത്ത വലതു മാധ്യമങ്ങളെല്ലാം ഇപ്പൊ അൻവറിന്റെ കൂടെയാണ്. അവരാണ് വാക്കുമാറുന്നത്, അവരാണ് നിലപാട് മാറുന്നത്. അവരിപ്പോ അൻവർ വലിയ പുണ്യാളനാണ് എന്ന് പറയാൻ. ഞങ്ങളല്ല, ഞങ്ങൾ ഒരു വാക്കും മാറിയിട്ടില്ല. ഞങ്ങൾ അന്നും ഇന്നും പാർട്ടിയുടെ കൂടെയാണ്, യാതൊരു സംശയവും വേണ്ട. ഇപ്പൊ മാധ്യമങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ വളരെ വിചിത്രമാണ്. അവർ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ CPM-ന്റെ സാധാരണ പ്രവർത്തകർക്ക്, പ്രാദേശിക നേതാക്കൾക്ക് ചെല്ലാൻ കഴിയുന്നില്ല. അതാണ് അൻവർ ഉന്നയിച്ച കാര്യം. അത് പ്രാദേശിക അടിസ്ഥാനത്തിലെ പ്രവർത്തകർക്ക് ബേജാറുള്ളൊരു കാര്യമാണ്. നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ CPIM-ന് വേണ്ടി ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, പോലീസ് സ്റ്റേഷനുകളിൽ പോകുന്നയാളാണ്, തർക്കങ്ങളിൽ ഇടപെടുന്നയാളാണ്. ചിലത് പരിഹരിക്കും, ചിലത് പരിഹരിക്കില്ല. അങ്ങനെയാണ് ഇവർ ഈ പറയുന്നത്. എന്താണ്? നോക്കൂ, പാർട്ടിയെ പറ്റി യഥാർത്ഥത്തിൽ ഇവർ നിരന്തരമായി നേരത്തെയും ഇപ്പോഴുമെല്ലാം ഉന്നയിച്ചു കൊണ്ടിരുന്ന ഒരു ആക്ഷേപം എന്താ? നിങ്ങൾ ഭരിക്കുമ്പോൾ സെൽ ഭരണമാണ്, എവിടെയും പാർട്ടിയാണ് ഭരിക്കുന്നത്, ഇതല്ലേ? അത് മോശമായിട്ടല്ലേ പറഞ്ഞിരുന്നത്?
ഇപ്പോ എങ്ങനെയാണ് പാർട്ടി പ്രവർത്തകർക്ക്, നേതാക്കൾക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പരിഗണന കിട്ടുന്നില്ല, പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന പരാതി നിങ്ങൾക്ക് നല്ല കാര്യമായി തോന്നിയത്? ഇതിലെ വൈരുദ്ധ്യം യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ പറയുന്നതാണ് വൈരുദ്ധ്യം. നിങ്ങൾക്കറിയുമോ പ്രാദേശിക അടിസ്ഥാനത്തിൽ പാർട്ടി പ്രവർത്തകരുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ? നിങ്ങളെ അത് പറയാൻ ആരാണ് ചുമതലപ്പെടുത്തിയത്? അത് ഞങ്ങൾ പരിഹരിക്കുമെന്ന്. CPIM-ഉം ഇടതുപക്ഷ മുന്നണിയും ഗവൺമെന്റും ഒരു പോലീസ് നയം എടുക്കുന്നു. ആ പോലീസ് നയം അംഗീകരിക്കുന്നു. ആ പോലീസ് നയത്തിന്റെ ഭാഗമായി ആർക്കുണ്ടാകുന്ന പാർട്ടി പ്രവർത്തകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും സൗകര്യവും എല്ലാം ഞങ്ങളുടെ കാര്യമല്ലേ? നിങ്ങളുടെ അതിൽ ബേജാർ എന്താണ്? നിങ്ങൾ ആക്ഷേപമായി ഇത്ര കാലം പറഞ്ഞിരുന്നതല്ലേ? ഈ വൈരുദ്ധ്യം നാം പറഞ്ഞല്ലോ, നിങ്ങളാണ് രണ്ട് നാക്ക് കൊണ്ട് സംസാരിക്കുന്നത്, ഞങ്ങളല്ല. ഞങ്ങൾ നിന്നിടത്ത് തന്നെയാണ് കേട്ടോ, യാതൊരു സംശയവും വിചാരിക്കണ്ട. ഇങ്ങനെ പറയുമ്പോൾ ചിലർ ചോദിക്കും, ആ ശരി, നിങ്ങൾ എങ്കിൽ അൻവറിനെ വിട്. പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കണ്ടേ? അതിനുത്തരം വേണ്ടേ? ഈ സ്വർണ്ണക്കടത്തല്ല, ADGP-യുടെ RSS അദ്ദേഹത്തെ സന്ദർശിച്ചതുമല്ല, RSS നേതാവിനെ സന്ദർശിച്ചതുമല്ല. ശരി, ഞങ്ങൾ അൻവറിനെ വിട്ടെന്നേ. അൻവർ പറഞ്ഞ കാര്യം വിട്ടിട്ടില്ല. ആ അന്വേഷണമല്ലേ ഇപ്പോൾ നടക്കുന്നത്. നോക്കൂ, അൻവറിന്റെ ഈ വിഷയത്തിലെ പ്രശ്നം എന്താണ്? അദ്ദേഹം പറയുന്നത് കേട്ടാൽ, നിങ്ങൾ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കണ്ടോ? വിദേശത്ത് നിന്ന് ചില പാവം പിടിച്ച ചെറുപ്പക്കാർ സ്വർണം കടത്തുന്നു, അവരെ പോലീസ് ബുദ്ധിമുട്ടിക്കുന്നു എന്ന മട്ടിലാണ്. അതാണ് അതിന്റെ ഒരു ടോൺ. യഥാർത്ഥത്തിൽ എന്താണ് അന്വേഷിക്കേണ്ടത്? ആർക്കു വേണ്ടിയാണ് സ്വർണം വന്നത്? ആർക്കു വേണ്ടിയാണ്? അൻവറിന് അതിൽ വല്ല പ്രശ്നമുണ്ടോ? ആരാണ് സ്വർണം കൊടുത്തയച്ചത്? കൊണ്ടുവന്ന ആളല്ല, കാരിയർ മാത്രമല്ല, ഈ രണ്ടുമില്ലേ, അപ്പുറവും ഇപ്പുറവുമില്ലേ? ഇത് അന്വേഷിക്കണ്ടേ? 2-3 കൊല്ലം മുൻപേ വലിയ കോലാഹലം ഉണ്ടായല്ലോ. എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാതിരുന്നത്? പോലീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ അന്വേഷണം നടക്കുകയാണ്. ചില നടപടികൾ ഉണ്ടായി, കൂടുതൽ നടപടികൾ ഉണ്ടാകും. RSS നേതാക്കളുമായി ADGP ചർച്ച നടത്തിയതിനെ പറ്റി അന്വേഷണം നടക്കുന്നു. അദ്ദേഹം എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടിയാണ് അത് ചെയ്തതെങ്കിൽ ആ കൂടിക്കാഴ്ചയുടെ ഇമ്പാക്ട് കേരള പോലീസിന്റെ നയങ്ങളിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എങ്കിൽ ആ മനുഷ്യൻ ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ? എന്താ സംശയം? ഒരു സംശയവും വിചാരിക്കണ്ട. അത് അൻവർ പറയേണ്ട കാര്യമൊന്നുമില്ല, ആരും പറയേണ്ട കാര്യമില്ല. അത് നടന്നിരിക്കും, ഒരു സംശയമില്ല. അൻവർ പറഞ്ഞ ഒരു കാര്യങ്ങളും പാർട്ടി മുഖവിലക്കെടുക്കാതിരുന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രശ്നം ആ കാര്യങ്ങളായിരുന്നില്ല, അതിനപ്പുറത്തുള്ള ലക്ഷ്യങ്ങളായിരുന്നോ എന്ന് സംശയിക്കാം. ഒരർത്ഥത്തിൽ അൻവർ വലിയ ബുദ്ധിമാനാണ് കേട്ടോ, നല്ല മിടുക്കനാണ്, അത് സ്വാഭാവികമാണ്. അദ്ദേഹം എന്താ ചെയ്തത്? പാർട്ടിയിലേക്ക് വന്നു, പാർട്ടിയിൽ ഒരു സ്പേസ് ഉണ്ടാക്കി. ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ച് പാർട്ടിയിലെ സാധാരണ ആളുകൾക്ക് വേണ്ടിയാണ് താൻ സംസാരിക്കുന്നത് എന്ന മട്ടിൽ അദ്ദേഹത്തിന്റെ ശൈലിയും ഒരു സ്ഫോടനാത്മകതയും ശരീരഭാഷയും ഒക്കെ സാധാരണ ആളുകൾക്ക് ഇഷ്ടം തോന്നുന്ന തരത്തിലാണ് അല്ലെ? വളരെ ചടുലമായ നീക്കങ്ങൾ, സംസാരങ്ങൾ. ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹത്തിന്റെ ഫോട്ടോയൊക്കെ കണ്ടിട്ടില്ലേ? ഉന്നാൽ മുടിയാത് തമ്പി എന്നെല്ലാം പറഞ്ഞുള്ള മാസ് ഡയലോഗുകൾ, ചായ കുടിക്കുന്ന ഇതെല്ലാം വെച്ച് അദ്ദേഹം ഇങ്ങനെ ഈ കുഞ്ഞു ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ് എന്ന മട്ടിൽ ഇടതുപക്ഷ അനുഭാവികളുടെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാക്കുന്നു. അവരുടെ നാവാണ് എന്ന മട്ടിൽ നിർണായകമായ സന്ദർഭത്തിൽ എന്തു ചെയ്തു? അതേ നാക്കുപയോഗിച്ച് അദ്ദേഹം ഇടതുപക്ഷത്തിനെ എതിർക്കില് പോകട്ടെ കേട്ടോ, എതിർക്കുന്നവരൊക്കെ ഉണ്ടാവും, അതിനെ നശിപ്പിക്കുന്ന, അതിന് തയ്യാറെടുത്ത് നിൽക്കുന്ന അതിൻ്റെ ശത്രുക്കൾക്ക് ആയുധങ്ങൾ കൊടുത്തു. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? അങ്ങനെ വരുമ്പോ അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇക്കാലം വരെ അദ്ദേഹത്തിന്റെ നിന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഇടതുപക്ഷത്തിന്റെ CPIM-ന്റെ അനുഭാവികൾ അവിടെ കാണില്ല. കാരണം അവർ നിൽക്കുന്നത് അൻവറിന്റെ കൂടെയല്ല, പിണറായി വിജയന്റെ കൂടെയല്ല, ഗോവിന്ദൻ മാഷിന്റെ കൂടെയല്ല, CPIM-ന്റെ കൂടെയാണ്. അവർ CPIM-നെയാണ് പ്രതിരോധിക്കുന്നത്. എന്തുകൊണ്ട്? CPIM ആണ് ഈ നാടിനെയും അതിൻ്റെ താല്പര്യങ്ങളെയും പ്രതിരോധിക്കുന്നത് എന്നതുകൊണ്ട്. അത്രയേ ഉള്ളൂ, അതിൽ കൂടുതലുമില്ല, കുറവുമില്ല.